വളരെ രൂക്ഷമായ വിമർശനമാണ്. ദേശസ്നേഹം വേണം, അല്ലെങ്കിൽ നിങ്ങൾ വെള്ളപ്പൊക്കം ഈ രീതിയിലുള്ള പരാമർശങ്ങളുണ്ടാകും. ഏറെ കൗതുകമുണർത്തുന്ന പരാമർശമാണ് കോടതിയിൽ നിന്നുണ്ടായത്. കൗതുകം എന്ന് ഞാൻ പറയാൻ കാരണം CPIM അനുവർത്തിച്ചു വരുന്ന ഈ പറയുന്ന രീതിയിൽ സ്വന്തം മണ്ണിലേക്ക് നോക്കുക എന്നുള്ളതാണ് ഏതൊരാളെ സംബന്ധിച്ചും ഏറ്റവും പ്രാഥമികമായ കർത്തവ്യം. പ്രത്യേകിച്ച് ഭാരതത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ നമ്മുടെ നാടിന്റെ താൽപര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കണം എന്നുള്ളതാണ്. അതാണ് കോടതിയുടെ ആ നിർദ്ദേശത്തിലൂടെ വരുന്നത്. അതൊരു കോടതി തന്നെ ചൂണ്ടിക്കാട്ടേണ്ടി വരുന്നു എന്നുള്ളതാണ് കൗതുകം ജനിപ്പിക്കുന്ന കാര്യമെന്ന് ഞാൻ പറയാൻ കാരണം. അപ്പൊ CPIM-നെ സംബന്ധിച്ച് ഇതുവരെ അനുവർത്തിച്ചു വന്ന അവരുടെ നയപരിപാടികൾ, അവർ സ്വീകരിച്ച നയങ്ങൾ, അതൊക്കെ ഒരു പുനഃപരിശോധനയ്ക്ക് പാത്രമാകേണ്ട പരാമർശമാണ്. നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങൾ, നാട് നേരിടുന്ന വിഷയങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ പ്രതികരിക്കുകയും അതിന് പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ജനകീയമായ ബോധവൽക്കരണം സാധ്യമാവുകയും ചെയ്യുക എന്നതിനപ്പുറത്ത് ഗാസയിലുള്ള വിഷയം ഉയർത്തിക്കൊണ്ട് അതിന് വേറെ ചില താല്പര്യങ്ങളുമുണ്ട് അത്തരം വിഷയങ്ങൾ അവർ ഏറ്റെടുക്കുന്നതിൽ. ഇതിൽ ഒരു കാര്യം കൂടി ഉള്ളത്, അവിടെ ബോംബെയിലുള്ള ഒരു സന്നദ്ധ സംഘടന നടത്തുന്ന പരിപാടി അവർക്ക് അനുമതി നിഷേധിക്കുന്നു. CPIM അത് ഏറ്റെടുക്കുകയാണ്. അപ്പൊ അതിലൂടെയും ചില സന്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരു റിമോട്ട് കൺട്രോൾ പോലെ ഏതൊക്കെയോ ചില ശക്തികളെ പ്രകോപിപ്പിക്കുകയോ പ്രലോഭിപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രേരിപ്പിക്കുകയോ ചെയ്തുകൊണ്ട് ചരട് വലിക്കാനുള്ള ഒരു ശ്രമം അതും കൂടി വെളിച്ചത്ത് വരികയാണ് ഇതിലൂടെ. ഭക്ഷണം കിട്ടാതെ കുഞ്ഞുങ്ങൾ കിടഞ്ഞു മരിക്കുകയാണ്. ഇതിൽ മാനുഷിക മുഖമല്ലേ അവർ നിർത്തിക്കാണാൻ ശ്രമിക്കുന്നത്? അതിനെതിരായിട്ടുള്ള ഒരു തീരുമാനം കൂടിയല്ലേ ഉണ്ടായിരിക്കുന്നത്? ഗസയിലുണ്ടായ സംഭവം ഏതെങ്കിലും ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം അല്ലല്ലോ. ഇസ്രയേലിനെതിരെ ഒരൊറ്റ ദിവസം 1500-ഓളം മിസൈലുകൾ ആകാശത്തേക്ക് തൊടുത്തുവിട്ട് നൂറുകണക്കിന് ആളുകളെ രാത്രിയിൽ അവരുടെ പ്രാർത്ഥനാ ദിനം കൂടിയായിരുന്നു ആ ദിവസം കൊലപ്പെടുത്തിയ ഒരു സംഭവത്തെ തുടർന്നാണ് ഇപ്പോൾ കാണുന്ന ഗസയിൽ കാണുന്ന ഈ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. നമ്മളെ സംബന്ധിച്ച്, ഭാരതത്തെ സംബന്ധിച്ച് നാം സ്വീകരിച്ച നയം മനുഷ്യത്വപരമായ നയം തന്നെയാണ്. അക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്തെയോ സമൂഹത്തെയോ ഏകപക്ഷീയമായി കുറ്റപ്പെടുത്തുകയോ വിമർശിക്കുകയോ ചെയ്യുന്ന രീതിയല്ല, മറിച്ച് അന്താരാഷ്ട്ര മര്യാദകളൊക്കെ അനുസരിച്ച് മാനുഷിക പരിഗണനയ്ക്ക് നൽകുന്ന നയമാണ് ഭാരതം സ്വീകരിച്ചത്. അപ്പൊ ആ നിലയ്ക്ക് ഭാരതം ഒരു ഭരണഘടനാ സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്നതും വിദേശ നയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അന്താരാഷ്ട്ര മര്യാദകളും എല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള പ്രതികരണം സർക്കാരിന്റേതായി വരുന്നുണ്ട്. അപ്പൊ അത് മനുഷ്യത്വപൂർണ്ണമാണ് താനും. അപ്പൊ ഈ നിലയ്ക്കുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് വാസ്തവത്തിൽ ചോദിച്ചു വാങ്ങുകയാണ്. പലസ്തീൻ പ്രശ്നം ഇന്നലെയും ഇന്നും ഉണ്ടായതല്ല, ആയിരക്കണക്കിന് വർഷം മുമ്പുണ്ടായ പ്രശ്നമാണ്. അപ്പൊ ആ പ്രശ്നത്തിന്റെ തുടർച്ചയാണിത്. അത് അവസാനിപ്പിക്കണം എന്ന നിലയ്ക്ക് തന്നെയാണ് ഭാരതം നിലപാട് സ്വീകരിച്ചത്. അപ്പൊ അത് മാത്രമാണ് പ്രശ്നം, അതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്ന് വരുമ്പോൾ അതിൽ നമുക്ക് സംശയിക്കാൻ പലതുമുണ്ട്. 100% കോടതി, ഞാൻ പറഞ്ഞല്ലോ, CPIM-ന് അവരുടെ അനുവർത്തിച്ചു വരുന്ന നയത്തെ പുനഃപരിശോധിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് കോടതി നൽകിയിരിക്കുന്നത്. പിന്നെന്താ, ഇപ്പം നമ്മൾ അറിഞ്ഞതുപോലെ അതീവ സുരക്ഷയുള്ള തടവറയ്ക്കുള്ളിലാണ് ഇയാൾ കഴിഞ്ഞിരുന്നത്. മാസങ്ങളോളം പുറത്തു കടക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നു എന്നാണ് ഇപ്പം നമുക്കറിയാൻ സാധിക്കുന്നത്. കമ്പി മുറിക്കുക എന്ന് വരുന്നത് ഒറ്റ ദിവസം കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ ദിവസം കൊണ്ടോ സാധിക്കുന്നതല്ല. നിരന്തരമായ പരിശ്രമം ഇതിനാവശ്യമാണ്. പകൽ സമയത്ത് കിടന്നുറങ്ങി രാത്രിയിൽ ഈ പണി ചെയ്തു എന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. അപ്പൊ ഇതൊന്നും ജയിൽ അധികൃതരുടെ ശ്രദ്ധയിൽ വന്നില്ല എന്നുള്ളത് നമുക്ക് ആശങ്ക ഉണർത്തുന്ന കാര്യമാണ്. സർക്കാർ സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ ജയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട ശാസ്ത്രീയമായ സംവിധാനങ്ങൾ പൊളിഞ്ഞു എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അത് അങ്ങേയറ്റം ആശങ്ക ഉണർത്തുന്നതാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുകയാണ് വേണ്ടത്. കണ്ണൂരിലെ സാഹചര്യം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സമാനമായ രീതിയിൽ ഉണ്ട്. മനസ്സിലാക്കാൻ സാധിച്ചിടത്തോളം ജയിൽ ഉപദേശക സമിതി എന്ന പേരിൽ ഉള്ള സംവിധാനം CPM-ന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. അപ്പോൾ ജയിലും ആ നിലയ്ക്ക് പാർട്ടി സംവിധാനത്തിനുള്ളിലാണ് എന്ന് പറയാൻ നമുക്ക് മടിക്കേണ്ടതില്ല. അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ട്. ഓക്കെ.